22 ശനിയാഴ്ച രാവിലെ 9:30 പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കുകയും 9:30 മുതൽ രജിസ്ട്രേഷൻ നടക്കുകയും 10:30 മാവേലിക്കരയുടെ ബഹുമാന്യനായ MP കോൺഗ്രസിന്റെ ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആ സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരിയുടെ ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് ജോ മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തും. അതേ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ്, ചങ്ങനാശ്ശേരിയുടെ മുൻ മുനിസിപ്പൽ ചെയർമാൻ MH ഹനീഫ, പ്രശസ്ത ആക്ടിവിസ്റ്റ് MK സലീം കൊല്ലം, അതുപോലെ തന്നെ KS അലിയക്ബർ, ഇബ്രാഹിം ഹാജി നെടുങ്ങാട്ടിൽ, ഹബീബ് റഹ്മാൻ പന്തളം, നസീർ സീത, മുജീബ് റഹ്മാൻ, ബുഹാരി കാസിം തുടങ്ങിയവർ ആ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. തുടർന്ന് 12 മുതൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തില് സെമിനാറാണ് സ്വത്വം നഷ്ടമാകുന്ന മുസ്ലിം യുവത എന്ന വിഷയത്തിലാണ് സെമിനാർ. അതിന്റെ മോഡറേറ്ററായി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഹനീഫ മാസ്റ്റർ പട്ടാമ്പി ആണ്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ചങ്ങനാശ്ശേരിയിലെ പ്രശസ്തമായ പുത്തൂർ മുസ്ലിം പള്ളിയുടെ ചീഫ് ഇമാം ഡോക്ടർ അർഷദ് ബക്കവി അവരുകളാണ്. തുടർന്ന് സ്വത്വം നഷ്ടമാകുന്ന മുസ്ലിം യുവത എന്ന വിഷയത്തിൽ സെമിനാറിൽ നടക്കും. ആ സെമിനാറിന് ശേഷം ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ് തുടർന്ന് പ്രതിനിധി സമ്മേളനത്തിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനം വിവിധ വിഷയങ്ങളിലുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കും. ആ പ്രമേയങ്ങളിൽ ചർച്ച നടക്കും. ഇന്ത്യയിലെ സമകാലീന വർത്തമാനകാല മുസ്ലിം ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന, ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗം നേരിടുന്ന, വ്യത്യസ്തമായ പിന്നോക്കക്കാരൻ നേരിടുന്ന, പാർശ്വവൽകൃത ജനസമൂഹം നേരിടുന്ന, അഭിമുഖീകരിക്കുന്ന മുഴുവൻ വിഷയങ്ങളിലും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവിടെ ചർച്ച നടക്കും. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് ഞങ്ങൾക്ക് പല കാര്യങ്ങളും ആ പ്രമേയത്തിലൂടെ അഭ്യർത്ഥിക്കുവാനുണ്ട്. അതിനുശേഷം യൂത്ത് ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ഭരണാധികാരി ജാഫർ ഖാൻ ഫാഷിസ്റ്റ് നടപടിക്രമങ്ങൾക്കെതിരെയും ഞങ്ങൾ ആശങ്കാകുലരാണ്. ഇന്ത്യൻ പൗരത്വത്തിൽ നിന്ന് തന്നെ ഞങ്ങളെ തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്ന നിയമനിർമ്മാണം നടത്തുകയും മുത്തലാഖ് എന്ന പേരിൽ ബില്ല് കൊണ്ടുവന്ന് വിവാഹമോചനം ക്രിമിനൽ കുറ്റമാക്കി മുസ്ലിങ്ങൾക്ക് മാത്രം അടിച്ചേൽപ്പിക്കുകയും, ഇതര മതസ്ഥരൊക്കെ വിവാഹമോചനം നടത്താറുണ്ട്, പക്ഷെ അവരാരും ക്രിമിനൽസ് അല്ല. മുസ്ലിങ്ങൾ മാത്രമാണ് വിവാഹമോചനം നടത്തിയാൽ ക്രിമിനൽ കേസിൽ അകത്തു പോകുന്നത്. അത്തരം നിയമങ്ങൾ കൊണ്ടുവന്നു. കാശ്മീരിന്റെ 370 വകുപ്പ് എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ മദ്രസകൾ അടച്ചുപൂട്ടുന്നതിന് വേണ്ടി നിയമം കൊണ്ടുവന്നു. ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന് ബഹുസ്വര വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്ത് മനുസ്മൃതിയുടെ ഭരണഘടന അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ ഭരണകൂട ഭീകരതയ്ക്കെതിരെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ അവകാശ ധ്വംസനത്തിനെതിരെ ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പള്ളികൾ പൊളിച്ചു മാറ്റുന്നതിനെ ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ മുസൽമാന് ആകെ എടുത്തു പറയാൻ കഴിയുന്ന വഖഫ് സ്വത്തുക്കൾ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പോക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വഖഫ് അമെൻമെന്റ് ബില്ല് കൊണ്ടുവരികയും അത് JPCക്ക് വിടുകയും JPCയുടെ ഏകപക്ഷീയമായ നിലപാടുകൾ
അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് പ്രതിഷേധങ്ങളെ വകവെക്കാതെ വെക്കുകയും ചെയ്തിരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് മതന്യൂനപക്ഷങ്ങളായ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ജീവിതം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് അന്തസ്സുറ്റ ജീവിതത്തിന് വേണ്ടി, അഭിമാനപൂരിതമായ ജീവിതത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ അനുഭവിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടി ഞങ്ങൾ അതിജീവനത്തിന്റെ പോരാട്ട പാതയിലാണ്.